ഗുഡ് മോർണിംഗ്. ഫാസിനേറ്റിംഗ് വേൾഡ് ഓഫ് സ്റ്റഡി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ബാക്കിയുള്ള പോർഷൻസുകളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ സുപ്രീം കോടതി എന്ന് പറയുന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് സുപ്രീം കോടതി ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഹൈക്കോടതിയെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് സുപ്രീം കോടതിയെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ സുപ്രീം കോടതിയെ പറ്റി പറയുന്നതിന് മുൻപ് നമ്മുടെ ഗവൺമെൻറ്റിനെ പറ്റി പറയണം. അതായത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങളെ പറ്റി ആദ്യം നോക്കണം. അതായത് നമ്മുടെ ഗവൺമെൻറ്റിന് പ്രധാനമായിട്ടും 3 ഘടകങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് 3 ഘടകങ്ങൾ കാണപ്പെടുന്നുണ്ട്. നമ്മുടെ യൂണിയൻ ഗവൺമെൻറ്റിനെ പറ്റി പറയുന്നത് പാർട്ട് 5 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിലാണ് യൂണിയൻ ഗവൺമെൻറ്റ്സിനെ പറ്റി പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 52 മുതൽ 151 വരെയുള്ള ഭാഗത്താണ് ഈ പറയുന്ന യൂണിയൻ ഗവൺമെൻറ്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നത്. അതിൽ തന്നെ 3 പാർട്ടായിട്ടാണ് കാണപ്പെടുന്നത്. ഈ പറയുന്ന യൂണിയൻ ഗവൺമെൻറ് എന്ന് പറയുന്നത് 3 പാർട്ടുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കാണപ്പെടുന്നത്. ഒന്ന് കാര്യനിർവഹണ വിഭാഗം. കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടീവ് പവറാണ്. അപ്പോൾ കാര്യനിർവഹണ വിഭാഗം കാണും. അതുപോലെ തന്നെ നീതിന്യായ വിഭാഗം കാണും. നീതിന്യായ വിഭാഗം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജുഡീഷ്യറി വിഭാഗമാണ്. അതുപോലെ തന്നെ നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയുമ്പോൾ ലെജിസ്ലേറ്റീവ് ആണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ യൂണിയൻ ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ കാര്യനിർവഹണ വിഭാഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സിക്യൂട്ടീവ് പവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഭരിക്കുന്നവരാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ഇപ്പോൾ പ്രസിഡന്റ് ആകാം, പ്രധാനമന്ത്രി ആകാം, വൈസ് പ്രസിഡന്റ് ആകാം, ഇതുപോലെ സംസ്ഥാനങ്ങൾ വരുമ്പോൾ ചീഫ് മിനിസ്റ്റേഴ്സുകളാകാം. അങ്ങനെയുള്ള ഭരിക്കുന്ന വ്യക്തികൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കാര്യനിർവഹണ വിഭാഗത്തിൽ വരുന്നത്. അതിനെപ്പറ്റി നമ്മൾ പഠിക്കും. അതിനെ ഫസ്റ്റ് എസ്റ്റേറ്റ് എന്നാണ് വിളിക്കാറ്. ഇനി രണ്ടാമതായിട്ട് വരുന്നത് നിയമനിർവഹണമാണ്. അതായത് നിയമം നിർമ്മിക്കുക, അതായത് ലെജിസ്ലേറ്റീവ് ആണ്. അപ്പം നിയമം നിർമ്മിക്കുക, അപ്പം സാധാരണഗതിയിൽ പാർലമെന്റ് ആണ്. അതായത് ലോകസഭയും രാജ്യസഭയും ഉൾപ്പെടുന്ന ഒരു ദ്വിസഭയാണ് നമ്മുടെ പാർലമെന്റ് എന്ന് പറയുന്നത്. അതിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കും. ഇനി അടുത്ത 3ാമത്തെ എസ്റ്റേറ്റ് ആണ് നീതിന്യായ വിഭാഗം എന്നറിയപ്പെടുന്നത്. അപ്പം നീതിന്യായ വിഭാഗം അഥവാ ജുഡീഷ്യറി പവർ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ലോസും ചട്ടങ്ങളും ഓർഡറുകളും ഒക്കെ വരുന്നതും ഈ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ വരുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3rd എസ്റ്റേറ്റ് ആയിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ. അതിൽ തന്നെ സുപ്രീം കോടതിയെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. എന്നാൽ ഇതുപോലെ തന്നെ 4th ഉം 5th എസ്റ്റേറ്റും ഉണ്ട്. അപ്പോൾ 4th എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പത്രം അഥവാ മീഡിയാസുകളെയും, 5th എസ്റ്റേറ്റ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസുകൾ, അതുപോലെ അഭിപ്രായ സർവേസ്, ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായ സർവേസുകളെയൊക്കെയാണ് 5th എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സുപ്രീം കോടതിയാണ്. അതായത് നീതിന്യായ വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ ജുഡീഷ്യറിയിലുള്ള സുപ്രീം കോടതി എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നീതിന്യായ വിഭാഗം അഥവാ ജുഡീഷ്യറി എന്ന് ചോദിക്കുമ്പോൾ, നീതിന്യായ വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് കുറ്റം ചെയ്തു എന്ന് തെളിയിക്കുന്നവരെ, അതായത് കുറ്റവാളിയാണ് എന്ന് തെളിയിക്കുന്നവരെ ശിക്ഷിക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ നിയമങ്ങൾക്കുള്ളൊരു സംരക്ഷണം ഉറപ്പുവരുത്തുക, അതായത് നിയമ സംരക്ഷണം ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ചെയ്യുന്നത്. അതായത് നീതിയുക്തമായിട്ട് ആണ് ജുഡീഷ്യറി പ്രവർത്തിക്കേണ്ടത്. എല്ലാവർക്കും നിയമവാഴ്ച കൊടുക്കുക, അതായത് നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണ്, എല്ലാവരെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ അങ്ങനെ നിയമത്തെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗമാണ് ഈ പറയുന്ന നീതിന്യായ വിഭാഗം എന്ന് പറയുന്നത്. അതായത് നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ വിഭാഗമാണ് ഈ പറയുന്ന നീതിന്യായ വിഭാഗം അഥവാ ജുഡീഷ്യൽ പവർ എന്ന് പറയുന്നത്. ഈ രാജ്യങ്ങൾ തമ്മിൽ, രാജ്യത്ത് വ്യക്തികൾ തമ്മിലും, വ്യക്തിയും ഗവൺമെന്റും തമ്മിലും, അതുപോലെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലും സംസ്ഥാനങ്ങൾ തമ്മിലും പല വിഷയങ്ങളിൽ പലതരത്തിലുള്ള തർക്കങ്ങൾ വരാറുണ്ട്. അപ്പോൾ ആ തർക്കങ്ങൾ പരിഹരിക്കുക, അതുപോലെ തന്നെ തർക്കങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള തീർപ്പുകൾ കൊടുക്കുക, പിന്നെ അതുപോലെ തന്നെ കുറ്റവാളികൾ എന്തെങ്കിലും കുറ്റം ചെയ്യുകയാണെങ്കിൽ കുറ്റവാളികൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ നൽകുക, അതുപോലെ തന്നെ നിരപരാധികളെ സംരക്ഷിക്കുകയും, ഇതൊക്കെ ചെയ്യേണ്ടത്, അങ്ങനെ സംരക്ഷിക്കുകയും അതുവഴി നീതി ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് ഈ പറയുന്ന നീതിന്യായ വിഭാഗമാണ്, ആണല്ലോ. അത്തരത്തിലുള്ള ഏറ്റവും പരമോന്നതമായിട്ടുള്ള നീതിപീഠമാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സുപ്രീം കോടതിയെ പറ്റിയിട്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ഇന്ത്യയുടെ തന്നെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഒരു നീതിപീഠമാണ് സുപ്രീം കോടതി എന്ന് അറിയപ്പെടുന്നത്. ഇപ്പോൾ സുപ്രീം കോടതിയെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ, അതുപോലെ തന്നെ മൗലിക അവകാശങ്ങളുടെ കാവൽക്കാരൻ, അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ അപ്പീൽ കോടതി എന്നൊക്കെയാണ് സുപ്രീം കോടതിയെ വിശേഷിപ്പിക്കാറ്. മൗലിക അവകാശങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണെന്ന് പറഞ്ഞു. അപ്പോൾ സുപ്രീം കോടതിയാണ് ഏറ്റവും പരമോന്നതമായിട്ടുള്ള കോടതി എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. നമ്മുടെ നീതിപീഠം അഥവാ ജുഡീഷ്യറി എന്ന് പറയുന്നത് ഒരു ഏകീകൃത സ്വതന്ത്ര നീതിപീഠമാണ്. അതായത് ഇൻറ്റഗ്രേറ്റഡ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആണ് നമ്മുടെ ജുഡീഷ്യറി, അതായത് നീതിപീഠം എന്ന് പറയുന്നത്.
ആ നീതിപീഠത്തിൽ ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്നതാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത്. ഇനി സുപ്രീം കോടതിക്ക് തൊട്ട് താഴെയായിട്ട് ഹൈക്കോടതീസ് കാണപ്പെടുന്നു. അതിന് തൊട്ട് താഴെയായിട്ട് ജില്ലാ കോടതികളാണ് കാണപ്പെടുന്നത്. ജില്ലാ കോടതികൾക്കും താഴെയായിട്ട് മുനിസിഫ് കോടതികളും മജിസ്ട്രേറ്റ് കോടതികളുമാണ് കാണപ്പെടുന്നത്. ഇപ്പൊ ജില്ലാ കോടതിക്ക് താഴെയായിട്ട് സിവിൽ കേസുകൾക്കുള്ള വാദം നടക്കുന്നത് മുനിസിഫ് കോടതികളിലും മജിസ്ട്രേറ്റ് കേസുകളിൽ വാദം നടക്കുന്നത് ക്രിമിനൽ കേസുകളുമാണ്. അപ്പോൾ മുനിസിഫ് കോടതിയിൽ സിവിൽ കേസുകളും മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രിമിനൽ കേസുകൾക്കുമാണ് വാദം നടക്കുന്നത്. അപ്പോൾ ജില്ലാ കോടതികൾക്ക് തൊട്ട് താഴെയായിട്ട് മുനിസിഫ് അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതി ഇവ രണ്ടും ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ സുപ്രീം കോടതി, ഹൈക്കോടതി, തൊട്ട് താഴെ ജില്ലാ കോടതികൾ, അതിന് താഴെയായിട്ട് മുനിസിഫും മജിസ്ട്രേറ്റ് കോടതികളുമാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ഏത് തന്നെയാണ്? സുപ്രീം കോടതി തന്നെയാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന കോടതി. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തുടനീളം ഒരൊറ്റ നിയമമാണുള്ളത്. അതായത് ഒരു നിയമം പറയുകയാണെങ്കിൽ ആ നിയമം എല്ലാവർക്കും എന്താണ്? ബാധകമാണ്. രാജ്യത്തുടനീളം ഒരൊറ്റ നിയമമാണ് കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അതുപോലെ ഈ എല്ലാ കോടതികളും പരസ്പരം എന്ത് ചെയ്തിട്ടാണ് കാണപ്പെടുന്നത്? ബന്ധപ്പെട്ടാണ് കാണപ്പെടുന്നത്. ഓരോ കോടതി വിധികളും മാതൃകാപരമായിരിക്കണം. അതുപോലെ തന്നെ രാജ്യത്തുടനീളം ഒരൊറ്റ നിയമമായിരിക്കണം. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരമാണ് ഈ നിയമങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് സുപ്രീം കോടതി എങ്ങനെയാണ് ഉണ്ടായി വന്നത് അതിന്റെ ഒരു നാൾ വഴികൾ നമുക്ക് നോക്കാം. അപ്പൊ സുപ്രീം കോടതി എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ആക്ട് നമുക്ക് പഠിക്കാം. 1773 റെഗുലേറ്ററി ആക്ട് എന്ന് പറയുന്ന ആക്ട്. 1773 റെഗുലേറ്ററി ആക്ട്. ഈ 1773 റെഗുലേറ്ററി ആക്ട് പ്രകാരം ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിതമാകുന്നത് ഈ പറയുന്ന 1773 റെഗുലേറ്ററി ആക്ട് പ്രകാരമാണ്. അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി എന്ന് നമുക്ക് എടുത്തു പറയാം. അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിതമാകുന്നതിന് കാരണമായിട്ടുള്ള ഒരു നിയമമാണ് 1773 റെഗുലേറ്ററി ആക്ട് എന്നറിയപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് 1774 കൽക്കട്ട ആസ്ഥാനമാക്കി, എവിടെയാണ്? കൽക്കത്ത ആസ്ഥാനമാക്കിയിട്ട് സുപ്രീം കോർട്ട് ഓഫ് ജുഡിക്കേച്ചർ, അതായത് ജുഡിക്കേച്ചർ എന്ന് പറയുന്ന ഒരു കോടതി നിലവിൽ വരികയാണ് ചെയ്തത്. അപ്പോൾ 1774 കൽക്കട്ട ആസ്ഥാനമാക്കിയിട്ട് സുപ്രീം കോർട്ട് ഓഫ് ജുഡിക്കേച്ചർ എന്ന് പറയുന്ന ഒരു കോടതി നിലവിൽ വരികയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് സുപ്രീം കോടതിയുടെ ഒരു രൂപമായിട്ട് നിലവിൽ വരുന്നത് ഇതാണ്. അങ്ങനെ കൊൽക്കത്ത കേന്ദ്രമാക്കി ആസ്ഥാനമാക്കി നിലവിൽ വരുന്നു ഈ സുപ്രീം കോർട്ട് ഓഫ് ജുഡിക്കേച്ചർ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യുക എന്നതാണ് ഈ കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ചുമതലകളായിട്ട് അന്നുണ്ടായിരുന്നത്. ഓക്കെ ആണോ? അതൊക്കെ കഴിഞ്ഞ് 1935 എത്തി. ഓക്കെ ആണോ? അപ്പൊ 1935 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ട് വന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. നമുക്കറിയാം 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വന്നത്. അപ്പോൾ ഓൾ ഇന്ത്യ ഫെഡറേഷൻ സ്ഥാപിക്കാമെന്ന ആവശ്യം മുന്നോട്ട് വെച്ച് പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമമാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് അറിയപ്പെടുന്നത്. ഈ പറയുന്ന 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് 1937 ന്യൂഡൽഹിയിൽ ഒരു ഫെഡറൽ കോടതി സ്ഥാപിച്ചു. എന്താണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് 1937 ന്യൂഡൽഹി ആസ്ഥാനമാക്കി ഒരു ഫെഡറൽ കോടതി എന്ത് ചെയ്തു? സ്ഥാപിച്ചു. അതായത് ഫെഡറൽ കോർട്ട് സ്ഥാപിതമാവുകയാണ് ചെയ്യുന്നത്. 1937 ന്യൂഡൽഹി ആസ്ഥാനമാക്കിയാണ് ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നത്. ഈ ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ ആണ് പിന്നീട് 1950 സുപ്രീം കോടതിയായിട്ട് മാറുന്നത്. അപ്പൊ സുപ്രീം കോടതിയുടെ നാൾ വഴി എന്താണ്? ആദ്യം 1773 ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു കോടതി വരുന്നത്. അത് സുപ്രീം കോർട്ട് ഓഫ് ജുഡിക്കേച്ചർ എന്നറിയപ്പെടുന്ന കോടതിയാണ്. അത് ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ കൊൽക്കത്ത ആസ്ഥാനമാക്കി രൂപം കൊണ്ട കോടതിയാണ്. പിന്നീട് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വന്നു. പിന്നീട് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആക്ടിന്റെ ചൂട് പിടിച്ച് 1937 ന്യൂഡൽഹി കേന്ദ്രമാക്കി ഫെഡറൽ കോടതി നിലവിൽ വന്നു. ഈ ഫെഡറൽ കോടതിയാണ് 1950 സുപ്രീം കോടതിയായിട്ട് മാറുന്നത്. സുപ്രീം കോടതിയുടെ പിൻഗാമി എന്നറിയപ്പെടുന്നത് സ്വാഭാവികമായിട്ടും ഏത് കോടതിയായിരിക്കും? ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ. 1937 ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യയാണ് സുപ്രീം കോടതിയുടെ പിൻഗാമി എന്ന് അറിയപ്പെടുന്നത്. ഇനി സുപ്രീം കോടതിയിലേക്ക് വരാം. 1950 ജനുവരി 26 സുപ്രീം കോടതി രൂപപ്പെടുന്നത്. 1950 ജനുവരി 26 സുപ്രീം കോടതി രൂപപ്പെടുന്നത്. പക്ഷേ ഉദ്ഘാടനം ചെയ്യുന്നത് 1950 ജനുവരി 28 ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പൊ 1950 ജനുവരി 26 നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഉദ്ഘാടനം ചെയ്യുന്നത് 1950 ജനുവരി 28 അപ്പൊ അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി നിലവിൽ വരുന്നത് എന്നാണ്? 1950 ജനുവരി 28 അപ്പൊ ഉദ്ഘാടനം എന്ന് ചോദിച്ചാലും നിലവിൽ വരുന്നത് എന്ന് ചോദിച്ചാലും 1950 ജനുവരി 28 സുപ്രീം കോടതി നിലവിൽ വരുന്നത് അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. പുതിയ ബിൽഡിങ്ങിലേക്ക് മാറുന്നത് 1954 ഒക്ടോബർ 29 അപ്പൊ സുപ്രീം കോടതി പുതിയ ബിൽഡിങ്ങിലേക്ക് മാറുന്നത് 1954 ഒക്ടോബർ
29 ഇത് ചോദിച്ചിട്ടുണ്ട്. പുതിയ ബിൽഡിംഗിലേക്ക് പ്രവർത്തനം ആരംഭിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 1954 ഒക്ടോബർ 29 പ്രവർത്തനം മാറുന്നത്. ഈ ആസ്ഥാനം എന്ന് പറയുന്നത് നമുക്കറിയാം ന്യൂഡൽഹിയാണ് സുപ്രീം കോടതിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. തിലക് മാർഗാണ് സുപ്രീം കോടതിയുടെ സ്ഥിരമായിട്ടുള്ള ആസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്. ഇനി സുപ്രീം കോടതിയുടെ ആപ്തവാക്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥോധർമ്മ സ്തതോജയാണ് ആപ്തവാക്യം എന്ന് പറയുന്നത്. യഥോധർമ്മ സ്തതോജയ, അതായത് ധർമ്മം വിജയിക്കുക, അതാണ് യഥോധർമ്മ സ്തതോജയാണ് സുപ്രീം കോടതിയുടെ ആപ്തവാക്യം എന്ന് അറിയപ്പെടുന്നത്. സുപ്രീം കോടതിയെ പറ്റി പ്രതിപാദിക്കുന്നത് ഭാഗം 5 ഭാഗം 5 ആർട്ടിക്കിൾ 124 സുപ്രീം കോടതിയെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പ്രതിപാദിക്കുന്നത്. ഏകദേശം ഒരു 124 മുതൽ 147 വരെയുള്ള ആർട്ടിക്കിളുകളാണ് സുപ്രീം കോടതിയെ പറ്റി പ്രതിപാദിക്കുന്നത്. അതിലൊരു സുപ്രീം കോടതി വേണമെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 124 124 മുതൽ 147 വരെയുള്ള ആർട്ടിക്കിളുകളിൽ സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഇന്ത്യക്ക് ഒരു സുപ്രീം കോടതി വേണമെന്നും പാർലമെന്റ് നിയമനിർമ്മാണത്തിലൂടെ മറ്റൊരു വിധത്തിൽ തീരുമാനിക്കുന്നവരെ ഒരു ചീഫ് ജസ്റ്റിസും 7 മറ്റ് ജഡ്ജിമാരും ഒക്കെ ആക്കാമെന്നൊക്കെ പറയുന്ന അത് വരുന്നത് ആർട്ടിക്കിൾ 124 അപ്പൊ ഇന്ത്യക്ക് ഒരു സുപ്രീം കോടതി വേണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 124 ഇനി നമുക്ക് സുപ്രീം കോടതിയിലെ ഓരോ അംഗങ്ങളെയും പരിചയപ്പെടാം. അപ്പോൾ അതിനു മുൻപ് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എന്ന് പറയുന്ന ഒരു അക്കാദമിയെ പരിചയപ്പെടാം. അപ്പോൾ നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡ്ജിമാർക്ക് ട്രെയിനിങ് നൽകുന്ന ഒരു സ്ഥാപനമാണ്. ഭോപ്പാൽ കേന്ദ്രമാക്കി, അതായത് മധ്യപ്രദേശിലെ ഭോപ്പാൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി. ഇത് ജഡ്ജിമാർക്ക് ട്രെയിനിങ് നൽകുന്ന ഒരു സ്ഥാപനമാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഈ സ്ഥാപനത്തിന്റെ ചെയർമാൻ. ഇത് ജഡ്ജിമാർക്ക് ട്രെയിനിങ് നൽകുന്ന ഭോപ്പാൽ കേന്ദ്രമാക്കിയുള്ള ഒരു സ്ഥാപനമാണ് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എന്ന് പറയുന്നത്. ഇനി സുപ്രീം കോടതിയിലെ അംഗങ്ങളെ പറ്റി നോക്കാം. സുപ്രീം കോടതിയിലും ഒരു ചീഫ് ജസ്റ്റിസ് വേണം. ഓക്കെ ആണല്ലോ. ഒരു ചീഫ് ജസ്റ്റിസും 33 ജസ്റ്റിസുമാർ അല്ലെങ്കിൽ 33 ജഡ്ജിമാരും കൂടി ചേർന്നതാണ് ഈ പറയുന്ന സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പൊ സുപ്രീം കോടതിയിൽ മൊത്തത്തിലുള്ള ജഡ്ജിമാരുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 34 അതിൽ ഒരാള് ചീഫ് ജസ്റ്റിസും ബാക്കി 33 ജഡ്ജസും കൂടി ചേർന്നിട്ടുള്ളതാണ് 34 ജസ്റ്റിസ് എന്ന് പറയുന്നത്. അതായത് സുപ്രീം കോടതി ജസ്റ്റിസുമാരുടെ എണ്ണം എന്ന് പറയുന്നത് ടോട്ടൽ 34 അതിൽ ഒരാള് ചീഫ് ജസ്റ്റിസും മറ്റുള്ള 33 പേരെന്ന് പറയുന്നത് ജഡ്ജസും ആയിരിക്കും. ഈ സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്. സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്, അതായത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ ഒപ്പുവെച്ചുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് കൃത്യമായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. ഓക്കെ, സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ എന്ത് ചെയ്യണം, ഒപ്പുവെച്ചുകൊണ്ട് മാത്രമേ സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഇത്തരത്തിൽ നിയമിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാഷ്ട്രപതിയുടെ മുൻപിലായിരിക്കണം. സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതും രാഷ്ട്രപതി ആയിരിക്കും. എന്നാൽ രാഷ്ട്രപതിയുടെ അഭാവത്തിലാണെങ്കിൽ രാഷ്ട്രപതി നിയമിക്കുന്ന ആരെങ്കിലും ആയിരിക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി സുപ്രീം കോടതി ജഡ്ജിമാരുടെ യോഗ്യത നമുക്കൊന്ന് നോക്കാം. സുപ്രീം കോടതി ജഡ്ജിമാരുടെ യോഗ്യത എന്ന് പറയുന്നത് നിർബന്ധിതമായിട്ടുള്ള യോഗ്യത എന്താണ്, അവര് ഇന്ത്യൻ പൗരനായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യൻ പൗരനായിരിക്കണം. അതുകൂടാതെ തന്നെ ഏതെങ്കിലും ഹൈക്കോടതിയിൽ 5 വർഷം ജഡ്ജിയായിട്ട് സേവനമനുഷ്ഠിച്ചിരിക്കണം. നിർബന്ധമായിട്ടും വേണ്ടത് ഇന്ത്യൻ പൗരനായിരിക്കണം. ഇനി അതല്ലാതെ വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഹൈക്കോടതിയിൽ 5 വർഷം ജഡ്ജിയായിട്ട് സേവനമനുഷ്ഠിച്ചിരിക്കണം. ഇനി അതല്ല 5 വർഷം സേവനമനുഷ്ഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വേറൊരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അതേതാ, ഹൈക്കോടതിയിൽ 10 വർഷം അഡ്വക്കേറ്റ് ആയിട്ട് സേവനം അനുഷ്ഠിച്ചാലും അവർ ഇന്ത്യൻ പൗരനാണെങ്കിൽ ഈ പറയുന്ന സ്ഥാനത്തിലേക്ക് വരാനായിട്ട് പറ്റും. അപ്പൊ സുപ്രീം കോടതി ജഡ്ജി ആവാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരനായിരിക്കണം, അതെന്തായാലും വേണം. ഇനി അതല്ലെങ്കിൽ ഒന്നുകിൽ 5 വർഷം ഹൈക്കോടതി ജഡ്ജിയായിട്ട് സേവനം അനുഷ്ഠിച്ചിരിക്കണം. ഇനി അതല്ലെങ്കിൽ 10 വർഷം ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ആയിട്ട്, അതായത് വക്കീലായിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിക്കും സുപ്രീം കോടതി ജഡ്ജിമാരുടെ യോഗ്യതയിലേക്ക് വരാം, അതായത് സുപ്രീം കോടതി ജഡ്ജിമാരായിട്ട് മാറാനായിട്ട് പറ്റും. ഈ പറയുന്ന സുപ്രീം കോടതി ജഡ്ജിമാരുടെ ശമ്പളമാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ശമ്പളം നിശ്ചയിക്കുന്നത് പാർലമെന്റ് ആണ് നിശ്ചയിക്കുന്നത്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ശമ്പളം നിശ്ചയിക്കുന്നത് പാർലമെന്റ് ആണ് നിശ്ചയിക്കുന്നത്. ജഡ്ജിമാരുടെ ശമ്പളം നൽകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്, അതായത് കേന്ദ്ര ഖജനാവിൽ നിന്നാണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ ജഡ്ജിമാർക്ക് ശമ്പളം നൽകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, അതായത് കേന്ദ്ര ഖജനാവിൽ നിന്നാണ് ഇവർക്ക് ശമ്പളം നൽകുന്നത്. അതുപോലെ തന്നെ ജഡ്ജിമാരുടെ പെൻഷനും നൽകുന്നത് എവിടെ നിന്നാണ്, ഈ പറയുന്ന കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് അവർക്ക് പെൻഷനും നൽകുന്നത്. ഏകദേശം 2,80,000 രൂപയാണ് ചീഫ് ജസ്റ്റിസിനും അതുപോലെ 2.5 ലക്ഷം രൂപയാണ് ബാക്കി ജഡ്ജിമാർക്കും കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം കൊടുക്കുന്നത് കേന്ദ്ര ഖജനാവിൽ നിന്നാണ്, അതായത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് പെൻഷൻ ആണെങ്കിലും ശമ്പളമാണെങ്കിലും നൽകുന്നത്. ഇനി സുപ്രീം കോടതി ജഡ്ജിമാരുടെ കാലാവധിയെ പറ്റി പറഞ്ഞാൽ ഈ സുപ്രീം കോടതി ജഡ്ജിമാരുടെ കാലാവധിയെ പറ്റി ഭരണഘടനയിൽ ഒന്നും തന്നെ പരാമർശിക്കുന്നില്ല.
അപ്പം പക്ഷേ സുപ്രീം കോടതി ജഡ്ജി ആകാനുള്ള കുറഞ്ഞ പ്രായവും പറയുന്നില്ല. ഇത്ര പ്രായം കുറവ് വേണം എങ്കിൽ മാത്രമേ ജഡ്ജി ആവാൻ പറ്റൂ. അങ്ങനെ ഏറ്റവും കുറഞ്ഞ പ്രായവും ഭരണഘടനയിൽ എവിടെയും പറയുന്നില്ല. എന്നാൽ പരമാവധി പറയുന്ന പ്രായപരിധി 65 വയസ്സ് വരെയാണ്. അപ്പോൾ 65 വയസ്സ് വരെ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് സേവനം അനുഷ്ഠിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം എത്ര വയസ്സ് വരെ പോകാം? 65 വയസ്സായിരിക്കും വിരമിക്കൽ പ്രായം എന്ന് പറയുന്നത്. ഇതാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എന്ന് പറയുന്നത്. ഇനി സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യാനായിട്ട് പറ്റും. നീക്കം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇംപീച്ച്മെന്റ് നടപടി എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ തെളിയിക്കപ്പെട്ട സ്വഭാവദൂഷ്യം എന്തെങ്കിലും കണ്ടുപിടിക്കപ്പെട്ടാലോ അല്ലെങ്കിൽ പ്രവർത്തനക്ഷമത ഇല്ലാതെയൊക്കെ ഇരിക്കുന്ന അവസരങ്ങളിൽ രാഷ്ട്രപതിക്ക് പാർലമെന്റിന്റെ ശുപാർശ പ്രകാരം അല്ലെങ്കിൽ പാർലമെന്റിന്റെ അറിവോടുകൂടി ഈ പറയുന്ന സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യാം. ആ നീക്കം ചെയ്യുന്ന നടപടിക്രമത്തിന് അറിയപ്പെടുന്ന പേരാണ് ഇംപീച്ച്മെന്റ് നടപടി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ രാഷ്ട്രപതിക്ക് ജഡ്ജിമാരെ നീക്കം ചെയ്യാം. ആ നീക്കം ചെയ്യുന്ന മാർഗമാണ് ഇംപീച്ച്മെന്റ് എന്നറിയപ്പെടുന്നത്. നീക്കം ചെയ്യുന്ന സമയത്ത് പാർലമെന്റിന്റെ അധികാരത്തോടു കൂടി അല്ലെങ്കിൽ ശുപാർശയോടുകൂടി മാത്രമേ നീക്കം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്ന നടപടിക്രമങ്ങൾ പരാമർശിച്ചുകൊണ്ട് പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമമുണ്ട്. ആ നിയമമാണ് ജഡ്ജസ് എൻക്വയറി ആക്ട് 1968. അപ്പോൾ ജഡ്ജസ് എൻക്വയറി ആക്ട് 1968 പ്രകാരമാണ് ഈ പറയുന്ന ഇംപീച്ച്മെന്റ് നടപടികൾ എന്ത് ചെയ്യുന്നത്? ആ രാഷ്ട്രപതി നടപ്പിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെയും ഇംപീച്ച്മെന്റ് ചെയ്തിട്ടില്ല. രാഷ്ട്രപതി ആരെയും സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിമാരെയും നിലവിൽ ആരെയും ഇംപീച്ച് ചെയ്തിട്ടില്ല. നടപടിക്രമത്തിന് വിധേയനായിട്ടുണ്ട്. അതായത് ജസ്റ്റിസ് രാമസ്വാമി എന്ന് പറയുന്ന ജഡ്ജ് ആ സമയത്ത് ആ ജസ്റ്റിസ് രാമസ്വാമി ഈ പറയുന്ന ഇംപീച്ച്മെന്റ് നടപടിക്രമത്തിന് വിധേയമായിട്ടുണ്ട്. പക്ഷേ അവസാനം എന്ത് ചെയ്തില്ല? ഇംപീച്ച് ചെയ്തില്ല. ഇംപീച്ച്മെന്റ് നടപടിക്രമത്തിന് ജസ്റ്റിസ് രാമസ്വാമി വിധേയനായിട്ടുണ്ട്. പക്ഷേ ഇംപീച്ച്മെന്റ് ചെയ്തില്ല. അപ്പോൾ അതാണ് നീക്കം ചെയ്യൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ നടപടിക്രമം എന്താണ്? ഇംപീച്ച്മെന്റ് നടപടിക്രമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും തരത്തിലുള്ള തെളിയിക്കപ്പെട്ട ദുർവൃത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള തെളിയിക്കപ്പെട്ട പ്രശ്നങ്ങളോ ഉണ്ടായെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യാനായിട്ടുള്ള നടപടിക്രമങ്ങൾ നടത്താം. അപ്പോൾ ഈ പ്രമേയം, അതായത് നീക്കം ചെയ്യണം എന്നുള്ള പ്രമേയം ആദ്യം ലോക്സഭയിൽ അവതരിപ്പിക്കും. അപ്പോൾ ലോക്സഭയിൽ അവതരിപ്പിക്കുമ്പോൾ മിനിമം 100 അംഗങ്ങൾ എന്ത് ചെയ്യണം? അത് പിന്തുണയ്ക്കണം. അങ്ങനെ നീക്കം ചെയ്യാം എന്നുള്ള ആ പ്രമേയം പിന്തുണയ്ക്കുന്നത് 100 അംഗങ്ങളെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. ഇനി അത് രാജ്യസഭയിൽ അവതരിപ്പിക്കുമ്പോൾ 50 അംഗങ്ങളെങ്കിലും പിന്തുണ വേണം. അതാണ് നടപടിക്രമം. അങ്ങനെ പിന്തുണച്ചാൽ മാത്രമേ, അങ്ങനെ ലോക്സഭയും രാജ്യസഭയും ഉൾപ്പെടുന്ന പാർലമെന്റ് അത് അംഗീകരിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ പിന്തുണച്ചാൽ മാത്രമേ രാഷ്ട്രപതിക്ക് ഈ പറയുന്ന വ്യക്തിയെ ഇംപീച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ നടപടിക്രമം എല്ലാം ഈ പറയുന്ന ജസ്റ്റിസ് രാമസ്വാമി നേരിട്ടു, പക്ഷേ ഇംപീച്ച് ചെയ്യപ്പെട്ടിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് ടേംസുകൾ നോക്കാം. എന്താണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്? അതായത് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആണ്. അപ്പോൾ ആക്ട് ചെയ്യാന്ന് വെച്ചാൽ അഭിനയിക്കുക ആണ് അല്ലേ? ചീഫ് ജസ്റ്റിസിനെ പോലെ അഭിനയിക്കുക. അപ്പോൾ അതെങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാം? ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ ചീഫ് ജസ്റ്റിസിന്റെ ജോലി ചെയ്യിക്കാൻ വേണ്ടി നിയമിക്കുന്ന വ്യക്തികളാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അതായത് ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ ചീഫ് ജസ്റ്റിസിന്റെ ജോലി ചെയ്യുന്ന ആ വ്യക്തിയാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എന്ന് വിളിക്കുന്നത്. രാഷ്ട്രപതിയാണ് ഈ വ്യക്തി എന്ത് ചെയ്യുന്നത്? നിയമിക്കുന്നത്. ഇപ്പം നമ്മൾ പറയാറുണ്ട് പ്രസിഡന്റിന്റെ അഭാവത്തിൽ വൈസ് പ്രസിഡന്റ് ആണ്. അപ്പോൾ അങ്ങനെ പറയുന്നത് പോലെ ഈ പറയുന്ന ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ ജോലി ചെയ്യാനായിട്ട് നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. രാഷ്ട്രപതി ഈ പറയുന്ന ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിനെ നിയമിക്കും, ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ ജോലി ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമുക്കറിയാം പ്രസിഡന്റിന്റെ അഭാവത്തിൽ നേരത്തെ പറഞ്ഞു വൈസ് പ്രസിഡന്റ് ആണ് ആ ജോലി ചെയ്യുന്നത്. ഇനി വൈസ് പ്രസിഡന്റിന്റെയും അഭാവത്തിൽ പ്രസിഡന്റിന്റെ ജോലി ചെയ്യുന്നത് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആവും. അതും കൂടി ആലോചിച്ച് വെച്ചിരിക്കുക. അതായത് പ്രസിഡന്റിന്റെ അഭാവത്തിൽ വൈസ് പ്രസിഡന്റിന്റെ ജോലി ചെയ്യുന്നു. എന്നാൽ വൈസ് പ്രസിഡന്റിന്റെയും അഭാവത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും പ്രസിഡന്റിന്റെ ജോലികൾ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അഡ്ഹോക് ജഡ്ജ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോ ടേംസുകളാണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. അഡ്ഹോക് ജഡ്ജ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു 34 പേരെയാണ് നമ്മൾ അംഗങ്ങളായിട്ട് തിരഞ്ഞെടുക്കുന്നത്. സുപ്രീം കോടതി അംഗങ്ങൾ എന്ന് പറയുന്നത് 34 പേരാണ്. ചില സമയങ്ങളിൽ ഈ 34 പേര് ചില കേസുകൾ വരുമ്പോൾ തികയാതെ വരും. അതായത് ചില കേസുകൾ അപ്പിയർ ചെയ്യുന്ന സമയത്ത് ഈ 34 പേര് ഇൻസഫിഷ്യൻ്റ് ആയിട്ട് വരും. അതായത് ഇത്രയും 34 പേരെ കൊണ്ട് ഈ കേസുകളെല്ലാം കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരും. ആ കേസിൽ എന്ത് ചെയ്യും? ഹൈക്കോടതി ജഡ്ജിമാരെ തൽക്കാലത്തേക്ക് കോടതി സിറ്റിംഗിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്നതാണ് അഡ്ഹോക് ജഡ്ജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതിയിൽ മൊത്തത്തിൽ 34 അംഗങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. 33 പ്ലസ് ചീഫ് ജസ്റ്റിസ് ഒരാൾ, 34 അംഗങ്ങൾ. ഈ 34 അംഗങ്ങൾ ചില കേസുകൾ അപ്പിയർ ചെയ്യുന്ന സമയത്ത് തികയാതെ വരുമ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് എന്ത് ചെയ്യും? ജഡ്ജിമാരെ തൽക്കാലത്തേക്ക് വിളിക്കും. അപ്പോൾ അതിനെ വിളിക്കുന്നതാണ് അഡ്ഹോക് ജഡ്ജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത്. സുപ്രീം കോർട്ട് ഈസ് എ കോർട്ട് ഓഫ് റെക്കോർഡ്സ് എന്നാണ് സുപ്രീം കോടതി അറിയപ്പെടുന്നത്. അതായത് ഒരുപാട് കോർട്ട് ഓഫ് റെക്കോർഡ്സുകൾ അടങ്ങുന്നതാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത്. അതായത് സുപ്രീം കോടതി വിധി മറ്റൊരു കോടതികൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? ചോദ്യം ചെയ്യാനായിട്ട് പറ്റില്ല. സുപ്രീം കോടതി വിധി എന്ന് പറയുന്നത് അന്തിമമായിട്ടുള്ള ഒരു വിധിയാണ് സുപ്രീം കോടതി വിധി എന്ന് പറയുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ള കോടതികൾക്ക് വിധി ചോദ്യം ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള കോടതികൾക്ക് ഏതെങ്കിലും ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ എടുക്കണമെങ്കിൽ സുപ്രീം കോടതി വിധിയെ എന്തായിട്ട് എടുക്കാം? ഒരു തെളിവായിട്ട് എടുക്കാം. ബാക്കി കോടതികൾക്ക് സുപ്രീം കോടതി വിധിയെ ഒരു തെളിവായിട്ട് എടുത്തുകൊണ്ട് ആ കേസ് വാദിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കോടതി അലക്ഷ്യം എന്തെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് സ്വമേധയാ അതിനെതിരെ എന്ത് ചെയ്യാം? കേസ് എടുക്കാനായിട്ട് പറ്റും. ഏതെങ്കിലും തരത്തിൽ കോടതി അലക്ഷ്യം കണ്ടെത്തി കഴിഞ്ഞാൽ ആ കോടതി അലക്ഷ്യത്തിന് സുപ്രീം കോടതിക്ക് തന്നെ സ്വമേധയാ എന്ത് ചെയ്യാം? കേസ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് സുപ്രീം കോടതിയെ ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് വിളിക്കാനുള്ള കാരണമെന്ന് പറയുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ എന്ന് പറയുന്ന ഭാഗം. നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും അധികാരമുള്ള കോടതികളിൽ ഒന്നാണ് സുപ്രീം കോടതി. നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികാരമുള്ള ഒരു കോടതിയാണ് സുപ്രീം കോടതി. അതേസമയം ലോകത്തിലെ തന്നെ ഏറ്റവും അധികാരമുള്ള കോടതികളിൽ ഒന്നാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ബൃഹത്തായിട്ടുള്ള ഒരു കോടതിയാണ് നമ്മുടെ സുപ്രീം കോടതി. അപ്പൊ സുപ്രീം കോടതിക്ക് ഒരുപാട് അധികാരങ്ങളുണ്ട്. ഭരണഘടനാ പ്രകാരം സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തത് തനതധികാരം അഥവാ ഒറിജിനൽ ജൂഡിസ്ഡിക്ഷൻ എന്ന് പറയുന്ന ഭാഗം, അതായത് തനതധികാരം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ റിട്ട് അധികാരമുണ്ട്. റിട്ട് ജൂഡിസ്ഡിക്ഷൻ എന്ന് പറയുന്ന റിട്ട് അധികാരമുണ്ട്. ഇനി അതുപോലെ തന്നെ അപ്പീൽ അധികാരമുണ്ട്. അപ്പലേറ്റ് ജൂറിസ്ഡിക്സ് എന്ന് പറയുന്ന അപ്പീൽ അധികാരമുണ്ട്. ഓക്കെ ആണോ? അടുത്തത് നീതിന്യായ പുനഃപരിശോധന അവകാശമുണ്ട്. അതായത് ജുഡീഷ്യൽ റിവ്യൂ സിസ്റ്റം ഉണ്ട്. അതായത് അഡ്വേഴ്സൽ ജൂറിസ്ഡിക്ഷൻ എന്നറിയപ്പെടുന്ന അധികാരമുണ്ട്. ഉപദേശക അധികാരമുണ്ട്. അപ്പൊ ഇത്തരത്തില് ഒരു 5 അധികാരം, പ്രധാനമായിട്ടും ഒരു 5 അധികാരമാണ് സുപ്രീം കോടതിക്കുള്ളത്. ഇത് പേടിക്കേണ്ട, ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയാം. ഓരോ അധികാരങ്ങളെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണെന്നുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിൽ നമുക്ക് ഇന്നൊരു കാര്യം തന്നിട്ട് ഇത് സുപ്രീം കോടതിയുടെ ഏത് അധികാര പരിധിയിലാണ് വരുന്നത് എന്ന് നമുക്ക് ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. തനതധികാരം അഥവാ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന ഭാഗമാണ് നോക്കുന്നത്. തനതധികാരം, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. അപ്പോൾ തനതധികാരം എന്ന് പറയുമ്പോൾ ചില കേസുകളിൽ ഈ പറയുന്ന ആദ്യം പരിഗണിക്കുന്നത് ആ സുപ്രീം കോടതി ആയിരിക്കും. അതായത് ഒരു കേസ് ആദ്യം പരിഗണിക്കാനുള്ള അധികാരത്തെയാണ് നമ്മൾ തനതധികാരം അഥവാ ഈ പറയുന്ന ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് വിളിക്കുന്നത്. ഒരു കേസ് ആദ്യം ആ കോടതിയിലേക്കാണ് വരുന്നത്. ആ അധികാരത്തെയാണ് ആക്ച്വലി തനതധികാരം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഈ ക്രിമിനൽ കേസുകളൊക്കെ എടുക്കുകയാണെങ്കിൽ ക്രിമിനൽ കേസുകളുടെ തനതധികാരം കീഴ്ക്കോടതികൾക്കാണ്, ക്രിമിനൽ കേസ് ആണെങ്കിൽ. അതേസമയം സിവിൽ കോടതികളുടെ തനതധികാരം എന്ന് പറയുന്നത് കീഴ്ക്കോടതിക്കും ഹൈക്കോടതിക്കും ഒരുപോലെ അധികാരമുണ്ട് സിവിൽ കേസുകൾ വരുമ്പോൾ. എന്നാൽ നമ്മൾ ഇവിടെ പറയുന്നത് സുപ്രീം കോടതിയുടെ തനതധികാരമാണ് പറയുന്നത്. സുപ്രീം കോടതിയുടെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന അധികാരത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് സുപ്രീം കോടതിയിൽ ഡയറക്റ്റ് ആയിട്ട് വരുന്ന കേസുകൾ, അങ്ങനെയുള്ള കേസുകളും ഉണ്ട്. അപ്പൊ ചില കേസുകളിൽ സുപ്രീം കോടതിയാണ് ഡയറക്റ്റ് ആയിട്ട് ആ കേസ് പരിഗണിക്കുന്നത്. അതാണ് സുപ്രീം കോടതിയുടെ തനതധികാരം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ കേന്ദ്രവും ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ അതുപോലെ തന്നെ 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ വരുമ്പോൾ, അതുപോലെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ആയിട്ടുള്ള തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങൾ വരുമ്പോൾ, അതുപോലെ തന്നെ സംസ്ഥാന ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, അപ്പോൾ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അപ്പോൾ അവയ്ക്കിടയിൽ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ വരുമ്പോൾ അത് ആക്ച്വലി ആ കേസുകൾ ഡയറക്റ്റ് ആയിട്ട് എത്തുന്നത് ഈ പറയുന്ന സുപ്രീം കോടതി അധികാര പരിധിയിലാണ് എത്തുന്നത്. അപ്പോൾ സുപ്രീം കോടതിയുടെ തനത് അധികാരമുള്ള ഭാഗങ്ങളാണ് ഈ പറയുന്ന കേസുകളെല്ലാം തന്നെ. അപ്പോൾ ഈ കേസുകളെല്ലാം ആദ്യം പരിഗണിക്കുന്നത് സുപ്രീം കോടതിയാണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് സുപ്രീം കോടതിയാണ് ഈ കേസുകൾ പരിഗണിക്കുന്നത്. അതായത് ഫെഡറൽ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ അത് സുപ്രീം കോടതിയുടെ മധ്യസ്ഥതയിലാണ് അതെന്ത് ചെയ്യുന്നത്, ഉറപ്പാക്കുന്നത്, അത് സോൾവ് ചെയ്യുന്നത്. അത് സുപ്രീം കോടതിയുടെ ഒരു തനത് അധികാര പരിധിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഫെഡറൽ സമ്പ്രദായത്തിൽ തന്നെ ഈ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും തമ്മിലുള്ള തർക്കം, അതുപോലെ വിവിധ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം, അത് തർക്കം എന്ന് പറയുമ്പോൾ നിയമപരമായിട്ടുള്ള തർക്കങ്ങളും എല്ലാം അതിനകത്ത് വരും. അതെല്ലാം ഒത്തുതീർപ്പാക്കുന്നത് അല്ലെങ്കിൽ അതെല്ലാം ആദ്യം ചെല്ലുന്നത് ഈ പറയുന്ന സുപ്രീം കോടതിയാണ്. അതാണ് സുപ്രീം കോടതിയുടെ തനതധികാരം അഥവാ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന അധികാരത്തിൽ വരുന്നത്. അപ്പൊ അത് പഠിച്ചു. ഇനി അടുത്തത് റിട്ട് അധികാരമാണ്. ഈ സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ റിട്ടുകൾ എന്ന് പറയുന്ന ഭാഗത്ത് മൗലിക അവകാശങ്ങൾ പഠിച്ചപ്പോൾ റിട്ടുകൾ എന്ന് പറയുന്ന ഭാഗത്ത് ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് റിട്ട് അധികാരം ഒന്നുകൂടി പറയുന്നില്ല.
ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യാം. റിട്ട് അധികാരം എന്ന് പറയുമ്പോൾ മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ലംഘിക്കപ്പെട്ടാൽ അത് പരിഹരിക്കുന്നതിനായിട്ട് നമുക്ക് നേരിട്ട് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കാനായിട്ട് പറ്റും. ആർട്ടിക്കിൾ 32 പ്രകാരം റിട്ടുമായിട്ട് നമുക്ക് സുപ്രീം കോടതി റിട്ടുമായിട്ട് സുപ്രീം കോടതിയിലേക്ക് സമർപ്പിക്കാം. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 226 പ്രകാരം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഹൈക്കോടതിയിലും പോകാനായിട്ട് പറ്റും. ഇതിനെ പറ്റിയിട്ടുള്ള ക്ലാസ് ഓൾറെഡി അപ്ലോഡഡ് ആണ്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അതാണ് സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം എന്ന് പറയുന്നത്. ഇനി അടുത്തത് സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാരം. അതായത് അപ്പീൽ അധികാരം എന്ന് പറയുമ്പോൾ അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നതാണ് അപ്പീൽ അധികാരം എന്ന് പറയുന്നത്. അപ്പീൽ അധികാരം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ക്രിമിനൽ കേസുകളിലും സിവിൽ കേസുകളിലും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പീൽ സമർപ്പിക്കാം. നമുക്ക് സുപ്രീം കോടതിയിലേക്ക് അപ്പീലായിട്ട് സമർപ്പിക്കാനായിട്ട് പറ്റും. അതായത് ഒരു വ്യവഹാരവും അതുമായിട്ട് ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങളും വീണ്ടും ഒന്ന് പുനഃപരിശോധിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? അപ്പീൽ കൊടുക്കാം. എവിടേക്ക് അപ്പീൽ കൊടുക്കാം? സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതി ഏതാണ്? അത് സുപ്രീം കോടതിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതി എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. ഹൈക്കോടതിയുടെ തീർപ്പുകൾക്കെതിരെ അപ്പീൽ സമർപ്പിക്കുന്നത് നമ്മൾ എവിടെയാണ്? സുപ്രീം കോടതിയിലാണ്. അപ്പോൾ ഹൈക്കോടതിയിൽ തീർപ്പ് കൽപ്പിക്കാത്ത ഒരു കാര്യം നമുക്ക് അതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ എന്ത് കൊടുക്കാം? അപ്പീൽ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അപ്പീൽ അധികാരം അഥവാ അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നതും സുപ്രീം കോടതിയുടെ ഒരു അധികാര പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ 3 അധികാരങ്ങളാണ് പഠിച്ചത്. തനതധികാരം അഥവാ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, അതുപോലെ തന്നെ റിട്ട് അധികാരം, അതുപോലെ അപ്പീൽ അധികാരം അഥവാ അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന 3 അധികാരങ്ങൾ പഠിച്ചു. അടുത്തത് ഉപദേശക അധികാരമാണ്. അതായത് അഡ്വേഴ്സറി ജൂറിസ്ഡിക്സ് എന്ന് പറയുന്നതാണ്. ഉപദേശക അധികാരം, അതായത് ഉപദേശ സംബന്ധമായിട്ടുള്ള അധികാരമാണ് അഡ്വേഴ്സറി ജൂറിസ്ഡിക്ഷൻ. അടുത്ത 4ാമത്തെ കേസാണ് ഈ പറയുന്ന അഡ്വേഴ്സറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന ഭരണഘടനയുടെ 143 ആർട്ടിക്കിൾ പ്രകാരം സുപ്രീം കോടതിക്ക് ചില കാര്യങ്ങളിൽ എന്ത് ചെയ്യാം? അഭിപ്രായം പറയാം. അതായത് അഡ്വേഴ്സ് കൊടുക്കാനായിട്ട് പറ്റും, ഉപദേശം നൽകാനായിട്ട് പറ്റും, അല്ലെങ്കിൽ സുപ്രീം കോടതിയോട് ഉപദേശം തേടാനുള്ള അധികാരമുണ്ട്. അതായത് ആർട്ടിക്കിൾ 143 പ്രകാരം പ്രധാനമായിട്ടും രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയോട് ഉപദേശം നേടാം. രാഷ്ട്രപതിക്ക് എന്തെങ്കിലും കാരണവശാൽ ഉപദേശം തേടണം എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയോട് എന്ത് ചെയ്യാം? ഉപദേശം ആരായാം. അത് ആർട്ടിക്കിൾ 143 പ്രകാരമാണ് രാഷ്ട്രപതിക്ക് ഈ പറയുന്ന ഉപദേശം തേടാനായിട്ട് പറ്റും. ഏതൊക്കെ കാര്യങ്ങളിലാണ് ഉപദേശം തേടാനായിട്ട് പറ്റുന്നത്? ഈ ഉയർന്നു വരുന്നതോ ഉയർന്നു വരാൻ സാധ്യത ഉള്ളതോ ആയിട്ടുള്ള ഒരു പൊതു പ്രാധാന്യമുള്ള ഒരു നിയമത്തിന്റെയോ അല്ലെങ്കിൽ വസ്തുതയുടെയോ ഏതെങ്കിലും ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ പറയുന്ന രാഷ്ട്രപതിക്ക് ഉപദേശം തേടാം. അതുപോലെ തന്നെ ഭരണഘടനയ്ക്ക് മുമ്പുള്ള ഉടമ്പടി, കരാർ, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മേൽ എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപദേശം തേടാം. ഇനി അതുപോലെ തന്നെ ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പുള്ള വിഷയങ്ങൾക്ക് മേൽ സുപ്രീം കോടതിക്ക് നിർദ്ദേശങ്ങൾ നൽകാം. ഇതെല്ലാം സുപ്രീം കോടതിയോട് പ്രസിഡന്റിന് ചോദിക്കാം, രാഷ്ട്രപതിക്ക് ചോദിക്കാം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഈ പറയുന്ന രാഷ്ട്രപതിക്ക് എന്തെങ്കിലും തരത്തിലുള്ള അഡ്വേഴ്സ് വേണം എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഉയർന്നു വരാവുന്ന ഒരു പ്രശ്നം, ആ പ്രശ്നത്തെ പറ്റിയിട്ട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഡ്വേഴ്സ് ഒക്കെ വേണമെങ്കിൽ അത് സുപ്രീം കോടതിയോട് ചോദിക്കാം. അപ്പോൾ സുപ്രീം കോടതി അതിനുള്ള മാർഗങ്ങൾ പറഞ്ഞു തരും, ഉപദേശങ്ങൾ നൽകും. പക്ഷേ ഉപദേശങ്ങൾ നൽകുന്നുവെങ്കിലും ആ രാഷ്ട്രപതി ആ ഉപദേശം സ്വീകരിക്കണമെന്ന് നിർബന്ധിക്കാനായിട്ട് പറ്റത്തില്ല. നിർബന്ധമില്ല, സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം. രാഷ്ട്രപതിക്ക് അത് ഉൾക്കൊള്ളാമെങ്കിൽ ഉൾക്കൊള്ളാം, അല്ലെങ്കിൽ സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യാം. ഏത് വിഷയമാണോ ആ വിഷയത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്താനായിട്ട് സുപ്രീം കോടതി ബാധ്യസ്ഥരല്ല. സുപ്രീം കോടതിക്ക് ഒരു അഭിപ്രായ പ്രകടനം നടത്താനായിട്ട് പറ്റില്ല. ആ വിഷയത്തിൽ കോടതി ഒരു ഉപദേശം നൽകാം. ഉപദേശമോ അല്ലെങ്കിൽ ഒരു അഭിപ്രായമോ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം? അയച്ചു കൊടുക്കാം. പിന്നീട് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് അത് സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ളത് രാഷ്ട്രപതി ആയിരിക്കും തീരുമാനിക്കുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഉപദേശക അധികാരം അഥവാ അഡ്വേഴ്സറി ജൂറിസ്ഡിക്സ് ഇത്രയേ ഉള്ളൂ. രാഷ്ട്രപതിക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ, എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഉപദേശങ്ങൾ സുപ്രീം കോടതിയിൽ നിന്ന് സ്വീകരിക്കാം. 143 പ്രകാരം, ആർട്ടിക്കിൾ 143 പ്രകാരം സുപ്രീം കോടതിയോട് ഉപദേശങ്ങൾ ആരായാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. അതായത് രാഷ്ട്രപതിക്ക് ഉപദേശങ്ങൾ ആരായാം. അതാണ് സുപ്രീം കോടതിയുടെ അടുത്ത അധികാര പരിധിയിൽ വരുന്നത്. ഇനി ഒരു അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ അധികാരം അഥവാ നീതിന്യായ പുനഃപരിശോധന അവകാശമാണ് ജുഡീഷ്യൽ റിവ്യൂ. അതായത് സ്വന്തം വിധിയെ സ്വന്തമായിട്ട് പുനഃപരിശോധിക്കാനുള്ള അവകാശം സുപ്രീം കോടതിക്കുണ്ട്. അതുകൂടാതെ ഈ പറയുന്ന ജുഡീഷ്യൽ റിവ്യൂ അധികാരം അഥവാ നീതിന്യായ പുനഃപരിശോധനയിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് സംസ്ഥാന നിയമസഭയോ പാർലമെന്റോ പാസാക്കിയ നിയമങ്ങൾ, രാഷ്ട്രപതിയോ ഗവർണറോ പുറപ്പെടുവിക്കുന്ന ഓർഡിനൻസുകൾ, അതുപോലെ തന്നെ വിവിധ മന്ത്രാലയങ്ങൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ അല്ലെങ്കിൽ ചട്ടങ്ങൾ, നിയന്ത്രണങ്ങൾ, ഇപ്പോൾ കാലാകാലങ്ങളായിട്ട് നമ്മൾ നിലനിന്ന് പോയിരുന്ന ചില ആചാരാനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ കീഴ്വഴക്കങ്ങൾ എന്നിവയിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഭരണഘടനയെ ലംഘിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവയെ ഭരണഘടനാ വിരുദ്ധം എന്ന് സുപ്രീം കോടതിക്ക് പ്രഖ്യാപിക്കാം. എന്താണ് പറഞ്ഞത്? വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ സംസ്ഥാന നിയമസഭയോ പാർലമെന്റോ പാസാക്കിയ ഒരു നിയമം, ഇനി അതല്ല രാഷ്ട്രപതിയോ ഗവർണറോ പുറപ്പെടുവിക്കുന്ന ചില ഓർഡിനൻസുകൾ അല്ലെങ്കിൽ ചില
മന്ത്രാലയങ്ങൾ പുറപ്പെടുവിക്കുന്ന ചട്ടങ്ങൾ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ, പിന്നെ ചില ആചാര അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ ചില കീഴ്വഴക്കങ്ങൾ, ഇതിലേതെങ്കിലും ഒക്കെ ഒന്ന് ചിലപ്പം ഭരണഘടനയെ ലംഘിക്കുന്നു അല്ലെങ്കിൽ ഭരണഘടനയ്ക്കെതിരാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സംഭവം എന്താണോ ഭരണഘടനയ്ക്കെതിരാണെന്ന് തോന്നുന്നത് അത് ഭരണഘടനാ വിരുദ്ധമായിട്ട് ആർക്ക് പ്രഖ്യാപിക്കാം? സുപ്രീം കോടതിക്ക് പ്രഖ്യാപിക്കാനായിട്ട് പറ്റും. അത് സുപ്രീം കോടതിയുടെ ജുഡീഷ്യൽ റിവ്യൂ അധികാരത്തിൽ വരുന്നതാണ്. അതായത് നീതിന്യായ പുനഃപരിശോധന അധികാരത്തിൽ വരുന്നതാണ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സുപ്രീം കോടതിക്ക് സ്വന്തം വിധിയെ തന്നെ പുനഃപരിശോധിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിയമനിർമ്മാണ വിഭാഗത്തിന്റെയും നിർവഹണ വിഭാഗത്തിന്റെയും പ്രവർത്തനങ്ങൾ പുനഃപരിശോധിക്കാനുള്ള അവകാശം നീതിന്യായ വിഭാഗത്തിന്റെ അധികാരത്തിലാണ് ഉള്ളത്. അത് ജുഡീഷ്യൽ റിവ്യൂവിൽ വരുന്നതാണ്. അതായത് നിയമനിർമ്മാണ വിഭാഗത്തിന്റെയും കാര്യനിർവഹണ വിഭാഗത്തിന്റെയും പ്രവർത്തനങ്ങൾ പുനഃപരിശോധിക്കാനുള്ള നീതിന്യായ വിഭാഗത്തിന്റെ അധികാരവും ഈ പറയുന്ന ജുഡീഷ്യൽ റിവ്യൂ അധികാരത്തിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ സുപ്രീം കോടതിക്ക് ഭരണഘടന വ്യാഖ്യാനിക്കാനുള്ള അധികാരമുണ്ട്. അതൊരു ചെറിയ അധികാരമാണ്, ഭരണഘടനാ വ്യാഖ്യാനം എന്ന് പറയുന്ന ഒരു അധികാരം എന്ന് നമുക്ക് പറയാം. അപ്പോൾ സുപ്രീം കോടതിക്ക് ഭരണഘടനയെ വ്യാഖ്യാനിക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രധാനപ്പെട്ട 5 അധികാരങ്ങൾ നമ്മൾ പഠിച്ചു. അത് 5ഉം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അധികാരമാണ്. സുപ്രീം കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോടതി എന്ന് പറയുന്ന സുപ്രീം കോടതിയുടെ അധികാര പരിധിയിൽ വരുന്നതാണ് ഈ 5 എണ്ണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചില അഡീഷണൽ ഫാക്ട് കൂടി നമുക്ക് നോക്കാം. സുപ്രീം കോടതിയുടെ പിൻകോഡ് എന്ന് പറയുന്നത് 110001 ആണ്. അതായത് 11211 300 പിന്നെ ലാസ്റ്റ് ഒരു 1, അങ്ങനെ ആണ് സുപ്രീം കോടതിയുടെ പിൻകോഡ് എന്ന് പറയുന്നത്. 110001 അതാണ് സുപ്രീം കോടതി പിൻകോഡ് എന്ന് പറയുന്നത്. 2013 സുപ്രീം കോടതിയുടെ പിൻകോഡ് മാറ്റി, ഒരു പ്രത്യേക പിൻകോഡാക്കി മാറ്റി. അതായത് 110201 ആക്കി മാറ്റി. അതായത് ഒരു 0 എടുത്ത് കളഞ്ഞിട്ട് അവിടെ 2 ആക്കി മാറ്റി. അപ്പോൾ 110201 ആക്കി മാറ്റി. എന്നാൽ 2019 പോസ്റ്റൽ വകുപ്പ് ഈ 110201 എന്ന പിൻകോഡ് വീണ്ടും റദ്ദാക്കി പഴയ പിൻകോഡിലേക്ക് എന്ത് ചെയ്തു? മാറുകയും ചെയ്തു. പഴയ ആദ്യമുള്ള പിൻകോഡിലേക്ക് മാറി. അപ്പം ഇപ്പം നിലവിലുള്ള പിൻകോഡ് ഏത് തന്നെയാണ്? 110001 തന്നെയാണ്, ആദ്യം ഉള്ളത് തന്നെയാണ്. ഇടയ്ക്ക് 2013 ചെറിയൊരു മാറ്റം വരുത്തിയെങ്കിലും പിന്നീട് പഴയ പിൻകോഡിലേക്ക് മാറുകയാണ് ചെയ്തത്. ഇനി അടുത്തൊരു കാര്യം കൂടി നമുക്കൊന്ന് നോക്കാം. അമിക്കസ് ക്യൂറി എന്ന് പറയുന്ന വേർഡ്, അമിക്കസ് ക്യൂറി. അപ്പോൾ എന്താണ് അമിക്കസ് ക്യൂറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പദത്തിനർത്ഥം കോടതിയുടെ സുഹൃത്ത് എന്നാണ്. ഫ്രണ്ട് ഓഫ് ദി കോർട്ട് എന്നുള്ളതാണ് അമിക്കസ് ക്യൂറി എന്ന് പറയുന്ന വാക്കിന് അർത്ഥം എന്ന് പറയുന്നത്. അതായത് ഒരു കേസിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള വിവരങ്ങൾ നൽകുന്നതിനായിട്ട് കോടതി സ്വമേധയാ നിയമിക്കുന്ന ആ കേസുമായിട്ട് ബന്ധമില്ലാത്ത ഒരു വ്യക്തി, ആ വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനമാകാം, ആ സ്ഥാപനത്തെയാണ് അമിക്കസ് ക്യൂറി എന്ന് വിളിക്കുന്നത്. ഇപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കേസ് തീർപ്പ് കൽപ്പിക്കണം. അപ്പോൾ ആ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിവരങ്ങൾ കണ്ടെത്തണം. ആ വിവരങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് കോടതി സ്വമേധയാ നിയമിക്കുന്ന ആ കേസുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാത്തൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനം, അതിനെയാണ് അമിക്കസ് ക്യൂറി എന്ന് പറയുന്നത്. നമ്മുടെ സിനിമകളിലൊക്കെ വന്നിട്ടുണ്ട്. മോഹൻലാൽ ഒരു സിനിമയിൽ ഈ പറയുന്ന അമിക്കസ് ക്യൂറി ആയിട്ട് വേഷമിടുന്നുണ്ട്. ഓക്കെ. അതേസമയം തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി നിയമിച്ച ഒരു അമിക്കസ് ക്യൂറി ഉണ്ട്. അതാണ് ഗോപാൽ സുബ്രഹ്മണ്യം എന്ന് പറയുന്നത്. ഓർത്തു വെച്ചിരിക്കാം. തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി നിയമിച്ച അമിക്കസ് ക്യൂറിയാണ് ഗോപാൽ സുബ്രഹ്മണ്യം. അപ്പോൾ സുപ്രീം കോടതിയെ പറ്റി പറയുമ്പോഴാണ് ഈ പറയുന്ന അമിക്കസ് ക്യൂറി, അത് സുപ്രീം കോടതി നിയമിച്ചതുകൊണ്ടാണ് നമ്മളിതിവിടെ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സുപ്രീം കോടതിയെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇനി സുപ്രീം കോടതി ജഡ്ജിമാരെ ഇപ്പോൾ നിലവിലുള്ളത് എത്രാമത്തതാണ്, ആരൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ പഠിക്കും. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇത്രയും സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് മസ്റ്റ് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. താങ്ക് യു. ഈ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ സുപ്രീം കോടതിയുടെ ബാക്കി എന്നുള്ളത് ഏതാണ്? ഹൈക്കോടതിയാണ്. അപ്പോൾ നമുക്ക് ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ കേരള ഹൈക്കോടതി, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.